തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെക്കുറിച്ചുള്ള ആമുഖത്തിന് ശേഷം പൗലോസ്ലീഹായുടെ പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന പുതിയ നിയമത്തിലെ ഗ്രന്ഥങ്ങളിൽ ആദ്യത്തേതിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കുക, പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളുടെ ഭാഗത്ത് ഈ ലേഖനങ്ങൾ കൊടുത്തിരിക്കുന്ന ക്രമം അതിൻ്റെ രചനയുടെ കാലമനുസരിച്ചല്ല, പ്രത്യുത അതിൻ്റെ ഘടനയുടെയും വലുപ്പത്തിൻ്റെയും രീതി അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഏറ്റവും വലിയ ഗ്രന്ഥം അതിലുള്ളത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം, പിന്നെ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം, അങ്ങനെയാണ് അതിൻ്റെ ക്രമം വെച്ചിരിക്കുന്നത്. അപ്പോൾ എഴുതപ്പെട്ട കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, പിന്നെയോ ഗ്രന്ഥത്തിൻ്റെ വലിപ്പം അനുസരിച്ചാണ് പുതിയ നിയമത്തിൽ ഈ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസ്സിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒരു പഠനം നമ്മൾ നടത്തുവാൻ പരിശ്രമിക്കുന്നു. ഈ ലേഖനം ദൈവശാസ്ത്രത്തിൻ്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്നും ചർച്ച ചെയ്യപ്പെടുകയും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആഴമുള്ള ദൈവശാസ്ത്ര ചിന്തകൾ ഈ ലേഖനം ഉൾക്കൊള്ളുന്നുണ്ട്. സൂക്ഷ്മവും തുടർച്ചയായ പഠനത്തിലൂടെയുള്ള ഒരു വ്യാഖ്യാനവും ആവശ്യമുള്ള ഈ ഗ്രന്ഥത്തിന് ഒരു ചെറിയ സംഗ്രഹത്തിൽ, ഒരു ചെറിയ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിക്കുക അസാധ്യമാണ്. എങ്കിലും നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. നമ്മൾക്ക് തുടർന്നുള്ള പഠനത്തിന് സഹായകരമായ ചില ഗ്രന്ഥങ്ങൾ ഞാൻ അവതരിപ്പിക്കുകയാണ്. GH ഡോഡ് എന്ന് പറയുന്ന ആൾ എഴുതിയ മൊഫാറ്റ് കമൻട്രിയിലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ, KE കിർക്ക് ക്ലാർഡെയിൻ ബൈബിൾ എന്ന് പറയുന്ന ആ ഒരു കമൻട്രി, അതുപോലെ തന്നെ ഗ്രീക്കിൽ അല്പം പരിജ്ഞാനമുള്ളവർക്ക് സാൻഡേ ഹെഡ്ലാം എന്നിവരുടെ ഇൻ്റർനാഷണൽ ക്രിറ്റിക്കൽ കമൻട്രി, ഇതും പഠനത്തിന് ഉപയോഗിക്കാം. ഇതെല്ലാം നമ്മളുടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പഠനത്തെ സഹായിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു അറിവ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു എന്നുകൊണ്ട് ഈ ലേഖനത്തിലെ ഓരോ വാക്കുകളെയും വചനങ്ങളെയും വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് വളരെയധികം ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യാൻ കഴിയും. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച്, ഒരു അടിസ്ഥാനപരമായ ഒരു അറിവിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ ലേഖനത്തിൻ്റെ സ്വീകർത്താക്കൾ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, റോമിലെ സഭയായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എപ്പോൾ ആർക്കാണ് നൽകിയത് എന്ന് നാം പരിഗണിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും, യഹൂദന്മാരിൽ ചിലർ, അല്ലെങ്കിൽ റോമിലുള്ള യഹൂദന്മാരിൽ ചിലർ പെസഹ ആഘോഷിക്കുവാൻ ജെറുസലേമിലേക്ക് പോയി എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പെന്തിക്കോസ്ത് ദിവസം പത്രോസിൻ്റെ പ്രസംഗത്താൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകുകയും അങ്ങനെ റോമിൽ ഒരു ക്രിസ്തീയ സമൂഹം ആരംഭിച്ചു എന്ന് അനുമാനിക്കപ്പെടുന്നു. ചില എഴുത്തുകാർ വിശ്വസിക്കുന്നത് ഇത് അന്ത്യോക്യയിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ ആയിരുന്നു എന്നാണ്. റോമിലുള്ള ക്രിസ്ത്യാനികൾ അവരുടെ വളർച്ച വിവിധ ചക്രവർത്തിമാരുടെ കീഴിൽ, നീറോ ചക്രവർത്തി വരെയുള്ള അവരുടെ വളർച്ച വളരെ അത്ഭുതാവഹമായിരുന്നു. അനേകം അനുയായികളെ, അത് യഹൂദന്മാരിൽ നിന്നോ വിജാതികളിൽ നിന്നോ എന്നുള്ള വ്യത്യാസം കൂടാതെ അനേകം അനുയായികളെ ഈ റോമിലുള്ള സഭയിലേക്ക് ആകർഷിക്കുവാൻ അവിടെ സുവിശേഷ പ്രഘോഷണം നടത്തിയവർ കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത്. കൊറിന്തോസിലെ തൻ്റെ താമസത്തിനിടയിൽ ഏകദേശം AD 51 എന്ന് നമുക്ക് അനുമാനിക്കാം, റോമിലെ ക്രിസ്ത്യൻ സമൂഹത്തിലെ ചില അംഗങ്ങളുമായിട്ട് പൗലോസ്ലീഹ സമ്പർക്കം പുലർത്തി എന്ന് നമ്മൾക്ക് കാണാം. അവിടെ വെച്ച് അദ്ദേഹം യഹൂദനായ അക്വിലായെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിസ്കില്ലായെയും കണ്ടുമുട്ടുകയും അവരിരുവരും ക്രിസ്ത്യാനികളായിരുന്നുവല്ലോ. അവരുടെ അന്ന് കൊറിന്തോസിലേക്ക് വരാൻ കാരണം
ക്ലോഡിയസിൻ്റെ ഒരു പ്രത്യേക വിളംബരം മൂലമാണ്. അതായത് റോമിലെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ യഹൂദന്മാരുമായിട്ടുള്ള ചില തർക്കങ്ങൾക്കും കലാപങ്ങൾക്കും ഇടയിൽ ക്രിസ്ത്യാനികളെ റോമിൽ നിന്ന് പുറത്താക്കുവാൻ ക്ലൗഡിയസ് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയുണ്ടായി. അത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 18-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമുക്ക് വായിക്കുവാൻ കഴിയും. അങ്ങനെ അത് ഏകദേശം 41-നും 50-നും ഇടയിലായിരിക്കും. അങ്ങനെയാണ് ഈ അക്വിലായും പ്രിസ്കില്ലായും കൊറിന്തോസിലെത്തുകയും പൗലോസിനെ പരിചയപ്പെടുകയും ചെയ്യുന്നത്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തികൾ 28-ാം അധ്യായം 14-15 വാക്യങ്ങൾ റോമിലുള്ള വിശ്വാസികളെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 22 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹായ്ക്ക് വളരെ കാലമായി റോമായിലുള്ള ക്രിസ്ത്യാനികളെ അറിയുകയും അവരെ സന്ദർശിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനർത്ഥം ലേഖനം എഴുതപ്പെട്ട സമയത്ത് റോമായിലെ സഭ അല്ലെങ്കിൽ വിശ്വാസി സമൂഹം സുസ്ഥിരവും ക്രൈസ്തവ ലോകത്തിൽ പ്രശസ്തവുമായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. റോമ ലേഖനത്തിൻ്റെ കേന്ദ്ര വിഷയം യഹൂദ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളിൽ നിന്ന് സ്വതന്ത്രമായ വിശ്വാസത്തിലേക്കുള്ള ഒരു നീതീകരണമാണ്. ഇത് യഹൂദ ക്രിസ്ത്യൻ വായനക്കാർക്ക് മാത്രം പ്രാധാന്യമുള്ള ഒരു ദൈവശാസ്ത്രപരമായ കാര്യമായതിനാൽ ലേഖനം റോമ സമൂഹത്തിലെ യഹൂദ മതത്തിൽ നിന്ന് പരിവർത്തനം ചെയ്യപ്പെട്ട ക്രിസ്ത്യാനികളെ അഭിസംബോധന ചെയ്യുന്നതാണെന്ന് നമുക്ക് അനുമാനിക്കാം. അതുകൊണ്ടാണല്ലോ നമ്മൾ കാണുന്നുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ നിങ്ങൾ ഒരു യഹൂദനാണെങ്കിൽ, അതുപോലെ തന്നെ 7-ാം അധ്യായം 1-ാം വാക്യം ഞാൻ നിയമം അറിയുന്നവരോടാണ് സംസാരിക്കുന്നത് തുടങ്ങിയ പ്രസ്താവനകൾ ഈ കത്ത് യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണെന്നുള്ള നിഗമനത്തിൽ നമ്മെ എത്തിക്കുന്നു. എന്നിരുന്നാലും യഹൂദരല്ലാത്ത വിജാതീയരായ ക്രിസ്ത്യാനികളെയും ഈ കത്ത് അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഞാൻ വിജാതീയരായ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ നാമം സകല ജാതികളുടെയും ഇടയിൽ അറിയിക്കുവാൻ അയക്കപ്പെട്ട ഒരു അപ്പോസ്തലനായി പൗലോസ് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ നിങ്ങൾക്കിടയിലും വിജാതീയരുടെ ഇടയിലും എന്ന പോലെ കുറച്ച് വിളവ് കൊയ്യുവാനുള്ള ആഗ്രഹം പൗലോസ് ലീഹ പ്രകടിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായം 13-ാം വാക്യം യഹൂദരെ എൻ്റെ സഹോദരന്മാർ എന്നും വംശമനുസരിച്ച് എൻ്റെ ബന്ധുക്കൾ എന്നും പൗലോസ് ലീഹ 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. യഹൂദന്മാർ രക്ഷിക്കപ്പെടുന്നത് കാണാനുള്ള അപ്പസ്തോലൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ഒട്ടിച്ചേർക്കൽ സംബന്ധിച്ച ചിന്ത 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. യഹൂദന്മാർ ദൈവത്തിൻ്റെ ശത്രുക്കളായത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വിജാതികരോട് പറയുന്ന രീതിയിൽ 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ വിജാതീയരായ വായനക്കാർക്ക് വേണ്ടിയും കൂടി ഈ ലേഖനം എഴുതപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇതിനൊരു സാങ്കത്യമുള്ളൂ. അതിനാൽ നമ്മൾ ഇതിൻ്റെ ഒരു കാര്യക്ഷമമായ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ ഈ ലേഖനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം ആരെ അഭിസംബോധന ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ റോമായിലുള്ള ക്രിസ്തീയ സമൂഹത്തെ അല്ലെങ്കിൽ സഭയെ അഭിസംബോധന ചെയ്യുന്നു. ഈ സഭയുടെ അംഗങ്ങൾ യഹൂദ വംശജരായ ക്രിസ്ത്യാനികളും യഹൂദ വംശജരല്ലാത്ത വിജാതീയർ എന്നറിയപ്പെടുന്ന ക്രിസ്ത്യാനികളും ആയിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. ഇനി രചനയുടെ സ്ഥലവും തീയതി. ഈ കത്ത് എഴുതുന്നതിന് മുമ്പ് പലതവണ റോമിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദരിദ്രർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ജെറുസലേമിലുള്ള സഭയ്ക്ക് വേണ്ടിയുള്ള ധനശേഖരണാർത്ഥം അദ്ദേഹം ആ ഒരു കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നതുകൊണ്ട് നമുക്കറിയാം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 22 മുതൽ 27 വരെ വാക്യങ്ങളിൽ അത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് റോമായിലെ സഭയെ സന്ദർശിക്കുവാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ യെരുശലേമിലെ സഭയിലേക്ക് അല്ലെങ്കിൽ ജെറുസലേമിലെ സഭയെ സഹായിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെയൊരു യാത്ര അദ്ദേഹം നടത്തിയതായിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 21-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള 17 വരെയുള്ള വാക്യങ്ങൾ 3 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രയിൽ ഗ്രീസിൽ 3 മാസത്തെ താമസത്തിന് മുമ്പ് കോറിന്തോസിൽ വെച്ച് ഈ ലേഖനം എഴുതപ്പെട്ടു എന്നാണ് ബൈബിൾ പണ്ഡിതന്മാരുടെ അനുമാനം. അതിൻ്റെ രചനയുടെ തീയതി AD 57 അവസാന മാസങ്ങളിലോ 58 തുടക്കങ്ങളിലോ ആകാം. കാരണം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്
AD 58 ഈ ഈസ്റ്റർ ഫിലിപ്പിയക്കാരോടൊപ്പം പൗലോസ് ശ്ലീഹ ആചരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ രചനയുടെ തീയതി 57-ൻ്റെ അവസാനം അല്ലെങ്കിൽ 58-ൻ്റെ ആദ്യം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി കത്തിൻ്റെ സന്ദർഭവും ഉദ്ദേശവും. റോമിൽ സുവിശേഷം പ്രസംഗിക്കാത്ത പൗലോസ് ശ്ലീഹ ആ റോമിലെ ക്രിസ്ത്യാനികൾക്ക് എന്തിനാണ് കത്തെഴുതേണ്ടത്? സാധാരണ നമുക്കറിയാം, പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങളുടെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, താൻ സ്ഥാപിച്ച സഭ അല്ലെങ്കിൽ താനുമായിട്ട് ബന്ധമുള്ള സഭയ്ക്കാണ് കത്തെഴുതുന്നത്. അപ്പോൾ അങ്ങനെ യാതൊരു ബന്ധവുമില്ലാത്ത ഈ റോമായിലെ ഈ ക്രിസ്ത്യാനികൾക്ക് എന്തിനാണ് പൗലോസ് എഴുതുന്നത്? ഇത് റോമാ ലേഖനത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നുണ്ട്. റോമായിലെ വിശ്വാസികളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അപ്പസ്തോലൻ ഒരുപക്ഷെ അവരെ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മൾ ഈ ലേഖനത്തിൽ കാണുന്നുണ്ട്. അവർക്ക് സ്വയം പരിചയപ്പെടുത്തുവാൻ ഏറ്റവും നല്ല മാർഗം അവർക്ക് ഒരു കത്തെഴുതുകയും താൻ പ്രസംഗിച്ച സുവിശേഷത്തിൻ്റെ ഒരു വിവരണം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റോമ ലേഖനത്തിൽ അദ്ദേഹം ചെയ്യുന്നത് ഇതാണ് നമുക്ക് കാണുവാൻ കഴിയും. അപ്പസ്തോലൻ്റെ പ്രസംഗത്തെയും ദൈവശാസ്ത്രത്തെയും കുറിച്ച് കേട്ടുകേഴ്വികളിലൂടെ റോമായിലെ ക്രിസ്ത്യാനികൾ അറിഞ്ഞിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അതിനെക്കുറിച്ച് അവരുടെ ഇടയിൽ നിലവിലുള്ള ചില തെറ്റായ വീക്ഷണങ്ങളെ ഒരുപക്ഷെ പൗലോസ് ശ്ലീഹയുടെ എതിരാളികൾ പ്രചരിപ്പിച്ചായിരിക്കും ആ തെറ്റായ വീക്ഷണങ്ങൾ. അത് തിരുത്തുവാൻ വേണ്ടി പൗലോസ് ശ്രമിക്കുന്നു എന്ന ധാരണയും ഈ ലേഖനം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് 7-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, 4-ാം അധ്യായം 1-ാം വാക്യമൊക്കെ യഹൂദരുടെ തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ സുവിശേഷത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളെ പറ്റി അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹ എതിർത്ത നിലപാടുകളെക്കുറിച്ച് ചിലർക്കുള്ള വിമർശനത്തെ പറ്റിയും പൗലോസ് ശ്ലീഹ ഈ ലേഖനത്തിൽ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. 7-ാം അധ്യായം 13-ാം വാക്യം, 11-ാം അധ്യായം 11-ാം വാക്യം. ഇങ്ങനെ സുവിശേഷം നൽകുന്ന സ്വാതന്ത്ര്യത്തോടുള്ള അഭ്യർത്ഥനയോടെ നിയമങ്ങളെ അവഗണിക്കുവാനും പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്. 3-ാം അധ്യായം 8 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, 6-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, 7-ാം അധ്യായം 7-ാം വാക്യം. അപ്പോൾ രക്ഷ എന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സൗജന്യ ദാനമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യഹൂദരും അല്ലെങ്കിൽ യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായവരും കരുതിയത് പോലെ ന്യായപ്രമാണത്തിൻ്റെ മാർഗമല്ല, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ ഫലമല്ല, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തിയുടെ ഫലമല്ല ഈ രക്ഷ എന്ന് കൃത്യമായിട്ട് പൗലോസ് ശ്ലീഹ ഈ ലേഖനത്തിൽ സമർത്ഥിക്കുന്നുണ്ട്. പാപകരവും സ്വതന്ത്രവുമായ പെരുമാറ്റത്തിന് വിശ്വാസം ഒരു മറയല്ലെന്നും പൗലോസ് ശ്ലീഹ പറയുന്നു. അപ്പോൾ റോമാക്കാരെ അഭിസംബോധന ചെയ്തതിൻ്റെ കാരണം പൗലോസ് ശ്ലീഹ വിവരിക്കുന്നില്ലെങ്കിലും സ്പെയിനിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം റോമ വഴി കടന്നു പോകുവാൻ പദ്ധതിയിട്ടിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. 15-ാം അധ്യായം 24-ാം വാക്യം. അതിനാൽ ഇതൊരു ആമുഖ കത്തായിട്ട് നമുക്ക് കണക്കാക്കാം. 15-ാം അധ്യായം 24-ഉം 20-ഉം വാക്യങ്ങൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി മനസ്സിലാകും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ യാത്രയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ റോമ സന്ദർശിക്കുന്ന ആ ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഒരു കത്തെഴുതി അവരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുന്നതിനും ആരംഭിക്കുന്നതിനും പൗലോസ് ശ്ലീഹ പരിശ്രമിക്കുന്നു. റോമാ സഭയിലെ പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല എന്ന്, സാധാരണ കത്തുകളിലെ പോലെ ചില സൂചനകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല എന്ന് ചില ബൈബിൾ പണ്ഡിതന്മാർ വാദിക്കുന്നുണ്ട്. എന്നിരുന്നാലും റോമയിലുള്ള സഭയെപ്പറ്റി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അത് ഒന്നുകിൽ യഹൂദമതത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വിശ്വാസം സ്വീകരിച്ച ക്രിസ്ത്യാനികളാകാം, അല്ലെങ്കിൽ യഹൂദമതത്തിലല്ലാതെ വിജാതിയർ എന്ന് പറയുന്ന വിജാതീയ മതങ്ങളിൽ നിന്നുള്ള വിശ്വാസം സ്വീകരിച്ച ക്രിസ്ത്യാനികളാകാം. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ എന്തോ ഒരു എതിർപ്പ് റോമായിലെ സഭയിൽ ഉണ്ടായിരുന്നു. ആ ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കുവാൻ പൗലോസിന് ഇടപെടേണ്ടി വന്നതുകൊണ്ടാകാം പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ഈ ലേഖനം എഴുതിയതെന്ന് മറ്റു ചിലർ വാദിക്കുന്നുണ്ട്. നമുക്കറിയാം, അധ്യായം 14-ലും 15-ലും ഈ ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. രക്ഷ എന്നുള്ളത് സാർവത്രികമാണ്, രക്ഷ എല്ലാവർക്കും ഉണ്ട്. അവിടെ പാപം ചെയ്യുന്നതിൽ യഹൂദരെന്നോ വിജാതിയരെന്നോ യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെ രക്ഷയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമായതുകൊണ്ട് അത് വിജാതിയരെന്നോ യഹൂദരെന്നോ യാതൊരു വ്യത്യാസം കൂടാതെ വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷ ഒരു ദൈവിക ദാനമായിട്ട് അനുഭവപ്പെടുന്നു എന്ന് പൗലോസ് ശ്ലീഹ ഈ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ലേഖനത്തിൻ്റെ ഉദ്ദേശം ശക്തിപ്പെടുത്തുക,
സുവിശേഷം പ്രസംഗിക്കുക എന്നിവയാണ്. അതായത് 1-ാം അധ്യായം 11-ാം വാക്യം 15-ാം വാക്യം. ഈ ഉദ്ദേശം റോമാക്കാർക്ക് ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ കൃത്യമായിട്ട് പൗലോസ്ലീഹ അവതരിപ്പിക്കുന്നു. ഈ വാക്യങ്ങളെ ഈ ലേഖനത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം വ്യക്തമാക്കുന്ന, അതിൻ്റെ പ്രതിപാദ്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന വാക്യങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നത്. അപ്പോൾ അതിനാൽ രക്ഷ ഇനി ഒരു വംശത്തിൽ കേന്ദ്രീകരിക്കുന്നില്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ ആഴപ്പെടലിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ. കർത്താവ് ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് എങ്ങനെ പ്രതിഫലം നൽകുമെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഈ പ്രവൃത്തികൾ അത്ര വ്യക്തിപരമായിരിക്കുകയില്ല, മറിച്ച് ദൈവം എപ്പോഴും വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സന്നിഹിതനായിരിക്കുന്നു എന്നാണ് 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആ ഒരു സമർപ്പണത്തോടെ, അനുസരണത്തോടെ ആയിരിക്കുമ്പോൾ രക്ഷ അവൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ട്, ഫലമായിട്ട്, അനുഗ്രഹമായിട്ട്, ദൈവത്തിൻ്റെ ഉദാത്തമായ ഒരു ദാനമായിട്ട് അനുഭവിക്കും. ഇതിൻ്റെ പ്രത്യേകതകളൊക്കെയാണ് 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തെ പറ്റി നമ്മൾ പഠനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ ലേഖനം മനസ്സിലാക്കുവാൻ നമ്മൾ ഓർക്കുമ്പോൾ, ഇതിൻ്റെ പശ്ചാത്തലത്തെ പറ്റി 2 കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന്, പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലം റോമിലെ സഭയുടെ സാഹചര്യങ്ങൾ മാത്രമല്ല. കാരണം ഇതിനകത്തിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള ദർശനങ്ങൾ അനവധി ഉള്ളതുകൊണ്ട് സുവിശേഷത്തിൻ്റെ ആ ഒരു യഥാർത്ഥ മാനം നൽകുവാൻ കൂടെയാണ് ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് റോമിൽ ഒരു പ്രത്യേക ഒരു വിഷയമുണ്ടായി, ആ വിഷയം പരിഹരിക്കാൻ വേണ്ടി മാത്രം ഈ ലേഖനം എഴുതിയെന്ന് നമ്മൾ അനുമാനിക്കരുത്. 2, ഇത് വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതപ്പെട്ട വിശ്വാസ പ്രബോധനങ്ങളുടെ ഒരു സംഗ്രഹമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ക്രിസ്തീയ പ്രബോധനങ്ങളുടെ പ്രധാന ഘടകങ്ങളായ സൃഷ്ടി, സഭ, വിശുദ്ധ കുർബാന, ആരാധന, യുഗാന്ത ദൈവശാസ്ത്രം തുടങ്ങിയൊന്നും ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് ഇത് ഒരു കണക്കിന് ഇത് ഒരു ദൈവശാസ്ത്ര പ്രബന്ധമായിട്ട് നമുക്ക് കണക്കാക്കാമെങ്കിലും ഇതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവശാസ്ത്ര പ്രബന്ധമല്ല. അതുകൊണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന് ക്രമീകൃതമായ ഒരു ഘടനയുണ്ട്, പക്ഷേ അത് വ്യവസ്ഥാപിതമല്ല. പൗലോസ്ലീഹ ഇവിടെ സുവിശേഷം അവതരിപ്പിക്കുന്നു. തുടർന്ന് തനിക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ അവരോട്, റോമായിലുള്ള വിശ്വാസ സമൂഹത്തോട് പറയേണ്ട കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഈ ഒരു ലേഖനത്തെ നമ്മൾ സമീപിക്കുമ്പോൾ, ഇതിനെ പഠിക്കുവാൻ നമ്മൾ, മനസ്സിലാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനിയും സാധാരണ തന്നെ ലേഖനങ്ങളുടെ ചർച്ചകളിൽ വരുന്ന ഒരു കാര്യമാണല്ലോ ഇതിൻ്റെ ആധികാരികത. ഇത് പൗലോസ്ലീഹ തന്നെ എഴുതിയതാണോ? നമുക്കറിയാം, ആദിമ സഭ ഇത് പൗലോസ്ലീഹ എഴുതി എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആൻറ്റിക്വിറ്റിയിൽ ഈ ലേഖനം പൗലോസ്ലീഹ എഴുതി എന്നുള്ളതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ചില ബൈബിൾ പണ്ഡിതന്മാരായ ഇവാൻസൺ, ലോമൻ, പിയേഴ്സൺ, നാബർ, മെൽക്കൻസൺ, ബാൻ മനൈൻ എന്ന് പറയുന്ന ചിലർ ഇതിൻ്റെ പൗലോസ്ലീഹായുടെ രചന എന്നുള്ള ആധികാരികതയെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ പിന്നീടുള്ള പഠനങ്ങളുടെയും വ്യാഖ്യാതാക്കളുടെയും പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ആദിമ സഭയുടെ കാലങ്ങളിലെന്ന പോലെ ഇത് പൗലോസ്ലീഹ എഴുതിയ ഒരു ഗ്രന്ഥമാണെന്ന് ഇപ്പോൾ പൊതുവിൽ അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഇനിയും ഈ ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം, റോമാക്കാർക്കുള്ള ഈ ലേഖനം പോലെ ദൈവശാസ്ത്രത്തിൽ പുതിയ നിയമത്തിൽ മറ്റൊരു രചനയ്ക്കും ഇത്രയധികം പ്രാധാന്യം ലഭിച്ചിട്ടില്ല. പുതിയ നിയമത്തിൽ ഇതിനകം തന്നെ ഇത് സ്വാധീനിച്ച ഗ്രന്ഥങ്ങൾ കൂടെ അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം, ഈ ലേഖനത്തിൻ്റെ സ്വാധീനം അതിനകത്ത് കാണാം. എബ്രായർക്കെതിരെ ലേഖനം, അതുപോലെ തന്നെ യാക്കോബ് സ്ലീഹായുടെ ലേഖനമൊക്കെ ഈ റോമാക്കാർക്കെതിരെ ലേഖനത്തിൻ്റെ ആ ഒരു സ്വാധീനം കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ആദിമ പിതാക്കന്മാർ, ഒറിജിൻ മുതലുള്ള സഭാപിതാക്കന്മാർ ഈ ഗ്രന്ഥത്തിന് അനേകം വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിന് ശേഷവും അനേകം പണ്ഡിത വ്യാഖ്യാനങ്ങൾ ഈ ഗ്രന്ഥത്തിന് അല്ലെങ്കിൽ ഈ ലേഖനത്തിന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രെന്തോസ് സൂനോദോസ് റോമാക്കാർക്കുള്ള കത്ത് മറ്റ് കാര്യങ്ങൾക്കൊപ്പം നവീകരണത്തിൻ്റെയും
ഉത്ഭവ പാപത്തിൻ്റെയും കാര്യങ്ങളിൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്ര പ്രബോധനങ്ങളുടെ അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ രണ്ടാം വത്തിക്കാൻ സുനോദോസിൽ ഏകദേശം 120 പ്രാവശ്യം അതിൻ്റെ വിവിധ രേഖകൾ, പ്രമാണ രേഖകളിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കൊട്ടും സംശയം വേണ്ട. ഇനി ഈ ലേഖനം പഠിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായൊരു തുടക്കം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ലേഖനത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ രൂപരേഖ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ഈ കത്തിലെ ആഴമുള്ള ചിന്തകൾ എങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നറിയുവാൻ ലേഖനത്തിൻ്റെ ഘടന നാം അറിയണം. അത് കത്തുമായി അടുത്ത് പരിചയപ്പെടുവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. രചനയുടെ അടിസ്ഥാനത്തിൽ ഈ കത്തിനെ പൊതുവിൽ ലളിതമായിട്ട് ഇങ്ങനെ നമുക്ക് തിരിക്കാം. 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ആമുഖം ആയിട്ടുള്ള ഭാഗം. സാധാരണ നമുക്കറിയാവുന്നത് തന്നെ ഗ്രേക്കോ റോമൻ കത്തുകളുടെ ഒരു രചനാശൈലി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. 1-ാം അധ്യായം 18 മുതൽ 15-ാം അധ്യായം 13 വരെയുള്ള ഭാഗമാണ് ഉള്ളടക്കം, അല്ലെങ്കിൽ ഇതിൻ്റെ മുഖ്യ പ്രമേയം അടങ്ങുന്ന ഭാഗം. ഈ ഉള്ളടക്കത്തിനെ നമുക്ക് വീണ്ടും 1-ാം അധ്യായം 18 മുതൽ 11-ാം അധ്യായം 36 വരെയുള്ള 1-ാം ഭാഗം, ഈ ഉള്ളടക്കത്തിൻ്റെ 1-ാം ഭാഗം എന്ന് പറയുന്നത് വിശ്വാസ സത്യങ്ങളുടെ, ഡോക്ട്രൈനൽ അല്ലെങ്കിൽ ഡോഗ്മാറ്റിക് ആയിട്ടുള്ള വിശ്വാസ സത്യങ്ങളുടെ ഭാഗമാണ്. അതുപോലെ തന്നെ 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ 15-ാം അധ്യായം 13-ാം വാക്യം വരെ ഉള്ളടക്കത്തിൻ്റെ 2-ാം ഭാഗം, അവിടെ സന്മാർഗ ഉപദേശങ്ങൾ അല്ലെങ്കിൽ മോറൽ അല്ലെങ്കിൽ എത്തിക്കൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾക്ക് അവിടെ കാണാൻ കഴിയും. ഇനി 15-ാം അധ്യായം 14-ാം വാക്യം മുതൽ 16-ാം അധ്യായം 27-ാം വാക്യം വരെ ഉപസംഹാരം എന്ന് അങ്ങനെ ഈ കത്ത് അവസാനിക്കുന്നു, അല്ലെങ്കിൽ ഈ ലേഖനം അവസാനിക്കുന്നു. ഇത് നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. ആമുഖത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ 1-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ റോമായിലുള്ള സഭയെ അഭിവാദനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 1-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള ഭാഗ്യങ്ങളിൽ പ്രശംസയും ഈ അഭിവാദനത്തിനോടൊപ്പം ഒരു പ്രാർത്ഥനയും ചേർത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ലേഖനത്തിൻ്റെ അല്ലെങ്കിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്ര ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടത് 1-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള, അല്ലെങ്കിൽ ഈ ആമുഖത്തിൽ കാണുന്ന 1-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അത് നമ്മൾ ഓർക്കുക. ആമുഖത്തിലെ 1-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ തന്നെ വാഹനക്കാർക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ആമുഖത്തിൻ്റെ 2-ാം ഭാഗത്തിൽ അല്ലെങ്കിൽ അവസാന ഭാഗത്തിൽ 1-ാം അധ്യായം 16-ഉം 17-ഉം വരെയുള്ള വാക്യങ്ങൾ ഈ കത്തിൻ്റെ പ്രതിപാദ്യ വിഷയം പരാമർശിക്കുന്നു. അതുപോലെ തന്നെ കത്തിൻ്റെ പ്രമേയം ഇവിടെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർത്താവിൻ്റെ സുവിശേഷം വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. 1-ാം അധ്യായം 16-ാം വാക്യം, അതിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. 1-ാം അധ്യായം 17-ാം വാക്യം. ഇതാണ് ഈ കത്തിൻ്റെ പ്രമേയം. കർത്താവിൻ്റെ സുവിശേഷം വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്, അതിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷാനീതി സുവിശേഷത്തിലൂടെ പ്രകടമാണെങ്കിലും അത് സുവിശേഷത്തെ അതിലംഘിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ രക്ഷയെ ലക്ഷ്യം വെച്ചുള്ള ഒരു ദൈവിക പ്രവർത്തനമായി തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്നു. വിശ്വാസത്തിലൂടെ മാത്രമേ ദൈവിക നീതീകരണം സാധ്യമാകൂ എന്നതിനാൽ ഇസ്രായേലിന് ഇനിമേൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന അതിൻ്റെ പുരാതന ആനുകൂല്യങ്ങളിൽ ആശ്രയിക്കുവാൻ കഴിയുകയില്ല. കാരണം ഈ നീതീകരണം ഇപ്പോൾ എല്ലാവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും അത് സ്വീകാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇനി 1-ാം അധ്യായം 18 മുതൽ 15-ാം അധ്യായം 13 വരെയുള്ള ഉള്ളടക്കം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഉള്ളടക്കത്തിന് 2 ഭാഗങ്ങളുണ്ട്. വിശ്വാസ സത്യങ്ങളുടെ ഭാഗവും സന്മാർഗ ഉപദേശങ്ങളുടെ ഭാഗവും. രക്ഷ, ദൈവനീതി എന്നീ ആശയങ്ങളെ കേന്ദ്രീകരിച്ചാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ ചിന്തകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഉള്ളടക്കത്തിലെ ആദ്യ ഭാഗം ഈ 2 ആശയങ്ങളുടെ വിപുലീകരണമാണ്. 1-ാം അധ്യായം 17-ാം വാക്യത്തിലെ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള വിശദീകരണമാണ് 1-ാം അധ്യായം 18 മുതൽ 4-ാം അധ്യായം 25 വരെയുള്ള ഭാഗം. ദൈവത്തിൻ്റെ നീതി എന്ത്, അതെങ്ങനെ പ്രകടമായി, മനുഷ്യർക്ക് എങ്ങനെ അനുഭവവേദ്യമായി, അതെങ്ങനെ മനുഷ്യർ സ്വന്തമാക്കണം എന്നിവ കാര്യകാരണ സഹിതം പഴയ നിയമത്തിൽ നിന്ന് തെളിവുകൾ അവതരിപ്പിച്ചുകൊണ്ട് പൗലോസ്ലീഹ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഉള്ളടക്കത്തിലെ 2-ാം ഭാഗത്തിൻ്റെ പ്രതിപാദ്യം 9-ാം
അധ്യായം മുതൽ 11 അധ്യായം വരെയുള്ള ഭാഗമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർ യേശുവിൽ പ്രകടമായ ദൈവത്തിൻ്റെ നീതിക്ക് വ്യക്തിനിഷ്ഠമായി പ്രത്യുത്തരിക്കുന്നവർ ജീവിത നിയമമാക്കേണ്ട ധാർമ്മിക ഉപദേശങ്ങളാണ് ഈ ഭാഗം. വിശ്വാസം എന്നത് ബുദ്ധിയുടെ തലത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല, ഹൃദയത്തിൻ്റെ തലത്തിൽ ജീവിക്കേണ്ടതാണ് എന്നും പൗലോസ്ലീഹ ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഉള്ളടക്കം, അല്ലെങ്കിൽ ഈ കത്തിൻ്റെ പ്രധാന ഭാഗത്തിൻ്റെ 2 ഭാഗങ്ങളുടെ ഒരു ജനറലായിട്ടുള്ള പൊതുവായിട്ടുള്ള ആശയം. ഇനിയും ഉള്ളടക്കത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങളുടെ ഭാഗത്തിൻ്റെ ആദ്യ ഉപവിഭാഗം, അത് 1-ാം അധ്യായം 18 മുതൽ 4-ാം അധ്യായം 25 വരെയുള്ള ഭാഗമാണ്. ദൈവത്തിൻ്റെ നീതീകരണം പൂർണ്ണമായ ഒരു ദാനമാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥ എന്തെന്ന് അറിയണം. ആദ്യ മാതാപിതാക്കളുടെ തിന്മ ദൈവത്തിൻ്റെ സ്ഥാനത്ത് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാനുള്ള വ്യഗ്രതയായിരുന്നു. ദൈവകൽപ്പന ലംഘിച്ച അവരുടെ ദൈവനിഷേധം മനുഷ്യ നിഷേധത്തിൽ പ്രകടമായി. നമ്മൾ ഓർക്കുക, അതുവരെ ഒന്നായിരുന്ന ആദം ഹവ്വയെ തള്ളിപ്പറഞ്ഞു. അതുപോലെ കായേൻ ഹാബേലിനെ കൊന്നപ്പോൾ ഇത് ആവർത്തിക്കുകയും ചെയ്തു. ഈ സ്ഥിതി വിശേഷം തന്നെയാണ് ഇന്നും എല്ലാ മനുഷ്യരിലും, അത് വിജാതീയരായാലും യഹൂദരായാലും ഒരുപോലെ നിലകൊള്ളുന്നതെന്ന് പൗലോസ്ലീഹ ഈ ഉള്ളടക്കത്തിൻ്റെ ആദ്യ പകുതിയിൽ സമർത്ഥിക്കുന്നു. ഈ ഭാഗത്തെ നമുക്ക് വീണ്ടും 2ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ദൈവകോപത്തിൻ്റെ കീഴിൽ വിജാതീയരും യഹൂദരും ഒരുപോലെ, 1-ാം അധ്യായം 18 മുതൽ 2-ാം അധ്യായം 6-ാം വാക്യം വരെ. 2-ാമത്തെ ഭാഗം യഹൂദരും വിജാതീയരും ദൈവ മുൻപാകെ തുല്യർ. 2-ാം അധ്യായം 7 മുതൽ 4-ാം അധ്യായം 25 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ വിശ്വാസ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന 1-ാം ഭാഗത്തിൻ്റെ ആദ്യ ഉപവിഭാഗത്തെ ചിന്തകളെ ഇപ്രകാരം കോർത്തിണക്കുന്നു. ദൈവനീതിക്ക് വിരുദ്ധമായ ഘടകങ്ങളെ 1-ാം അധ്യായം 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ അവതരിപ്പിക്കുന്നു. തുടർന്ന് യേശുവിൽ പ്രകടമായ ദൈവനീതി എന്തെന്ന് 3-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ പഠിപ്പിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പ്രമേയമായ വിശ്വാസത്തിലുള്ള നീതീകരണം പഴയ നിയമത്തിനുള്ള തെളിവ് സഹിതം 4-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അവതരിപ്പിക്കുന്നു. ഇതാണ് ഉള്ളടക്കത്തിൻ്റെ 1-ാം ഭാഗത്ത്, വിശ്വാസ സത്യങ്ങളുടെ ഭാഗത്തിൻ്റെ 1-ാം ഉപവിഭാഗത്തിൻ്റെ ഏകദേശം ആയിട്ടുള്ള ഒരു ഘടന. ഇനി ഉള്ളടക്കത്തിൻ്റെ 1-ാം ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങളുടെ ഭാഗത്തിൻ്റെ 2-ാം ഉപവിഭാഗം, അത് 5-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് 11-ാം അധ്യായം 36-ാം വാക്യം വരെ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും അത് എപ്രകാരമാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉള്ള വ്യക്തികൾ അത് സ്വന്തമാക്കുന്നതിനെ പറ്റിയും പൗലോസ്ലീഹ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള തെളിവ് സഹിതം സമർത്ഥിക്കുന്നത് ഈ ഭാഗത്താണ്. ഓരോന്നിനെക്കുറിച്ചും വിശദീകരിക്കുന്ന ഈ ഒരു ഭാഗത്ത് പൗലോസ്ലീഹ അതിൻ്റെ അനന്തരഫലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അതായത് രക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ, നീതീകരണത്തിൻ്റെയും രക്ഷയുടെയും അനന്തരഫലങ്ങളെക്കുറിച്ച് വിശ്വാസ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന 1-ാം ഭാഗത്തിൻ്റെ ഈ 2-ാം ഉപവിഭാഗത്തിൽ ശ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഭാഗത്തെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി വിവിധ ഭാഗങ്ങളായിട്ട് തിരിക്കാം. അതിനെ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുമ്പോൾ 1-ാമത്തെ ഭാഗം വിശ്വാസികളും രക്ഷയും, അത് അധ്യായങ്ങൾ 5:1 മുതൽ 8:39 വരെ. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവസ്നേഹം ക്രിസ്തുവിൽ രക്ഷ സാധ്യമാക്കുന്നത് എങ്ങനെയെന്ന് 5:1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. ക്രിസ്തുവുമായുള്ള ഐക്യം, ദൈവത്തിനായുള്ള ജീവിതവും എങ്ങനെ നമ്മൾ നടത്തണമെന്ന് 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ 8-ാം അധ്യായം 17-ാം വാക്യം വരെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ കാലത്തെ കഷ്ടപ്പാടുകളും രക്ഷയും, അതായത് ഇപ്പോഴത്തെ കഷ്ടപ്പാടുകൾ നമ്മൾ വരാനിരിക്കുന്ന രക്ഷയെ കുറിച്ച് തുലനം ചെയ്യുമ്പോൾ അത് അവഗണിക്കത്തക്കയാണ് എന്ന് ഉള്ള കാര്യങ്ങൾ അനുസരിച്ച് പൗലോസ്ലീഹ പറയുന്നത് 8-ാം അധ്യായം 18-ാം വാക്യം തൊട്ട് 39-ാം വാക്യം. ഇതിൻ്റെ 2-ാമത്തെ ഭാഗമായിട്ട് ഇസ്രായേലിൻ്റെ ചരിത്രവും തൻ്റെ വാഗ്ദാനങ്ങളോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയുമാണ് 9-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് 11-ാം അധ്യായം 33-ാം വാക്യം വരെ നമ്മൾ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് 1-2 കാര്യങ്ങൾ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ ഒരു ഭാഗത്തിൽ. അപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ദൈവത്തിൻ്റെ മുൻകാല ബന്ധം 9-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിമിത്തം ഇസ്രായേലിന് ലഭിച്ചതായ മഹത്തായ പദവികൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ, ഇവയെപ്പറ്റിയാണ് ഈ ഒരു ഭാഗത്ത് വിവരിക്കുന്നത്.
ഈ ഉപഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് ഇസ്രായേലിൻ്റെ ചരിത്രവും തൻ്റെ വാഗ്ദാനങ്ങളോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയും 9-ാം അധ്യായം 1-ാം വാക്യം മുതൽ 11-ാം അധ്യായം 33-ാം വാക്യം വരെ നമുക്ക് കാണാം. ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ വിശദീകരിക്കുന്ന ചിന്തകൾ ഇപ്രകാരമാണ്. ഇസ്രായേലുമായിട്ടുള്ള ദൈവത്തിൻ്റെ മുൻകാല ബന്ധം 9-ാം അധ്യായം 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. ഇതിൻ്റെ ഫലമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിന് ലഭിച്ച മഹത്തായ അനുഗ്രഹങ്ങൾ, പദവികൾ ഒക്കെ നമുക്ക് ഈ ഒരു വേദഭാഗത്ത് പൗലോസ്ലീഹ അവതരിപ്പിക്കുന്നതായിട്ട് കാണാം. രണ്ടാമത്തേത് ഇസ്രായേലുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ വർത്തമാനകാല ബന്ധം. അത് 10-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. ഇവിടെ നീതീകരണം യഹൂദർക്കും വിജാതിയർക്കും ഒരുപോലെ എങ്ങനെ വരുന്നു അല്ലെങ്കിൽ ഒരുപോലെയാണ് എന്ന് സമർത്ഥിക്കുവാൻ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തെ പറ്റി പൗലോസ്ലീഹ വിശദീകരിക്കുന്നു. ഇനി മൂന്നാമതായിട്ട് ഇസ്രായേലുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഭാവിയിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും, അത് 11-ാം അധ്യായം 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണാം. അത് ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ അവരുടെ പുനഃസ്ഥാപനവും ദൈവത്തിൻ്റെ കരുണയും പറ്റി പറഞ്ഞുകൊണ്ട് ഈ പുനഃസ്ഥാപനത്തിലൂടെ അവർ രക്ഷിക്കപ്പെടുന്നു, ഇസ്രായേൽക്കാർ രക്ഷിക്കപ്പെടുന്നു, യഹൂദർ രക്ഷിക്കപ്പെടുന്നു, അതുപോലെ തന്നെ വിജാതീയരും രക്ഷിക്കപ്പെടുന്നു. ഇതിലൂടെ എല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം അല്ലെങ്കിൽ കരുണയാണ് നമ്മൾ കാണുന്നത് എന്ന് പൗലോസ്ലീഹ വിശദീകരിക്കുന്നു. ഇതാണ് ആ ഒരു ഉള്ളടക്കം മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഘടനയുടെ ക്രമീകരണം ഞാൻ വിശദീകരിച്ചുകൊണ്ട് പരിശ്രമിക്കുന്നു. അപ്പോൾ 5-ാം അധ്യായം 1 മുതൽ 11-ാം അധ്യായം 36 വരെയുള്ള ഉള്ളടക്കത്തിൻ്റെ 1-ാം ഭാഗത്തിൻ്റെ 2-ാം പകുതി, ഉള്ളടക്കത്തിലെ 1-ാം ഭാഗത്തിൻ്റെ 2-ാം പകുതിയിൽ 1:16 പരാമർശിച്ച രക്ഷയെക്കുറിച്ചുള്ള സന്ദേശത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി അതെങ്ങനെ ഒരു സാർവത്രിക അനുഭവമായി എന്ന് പൗലോസ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. നാം നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ 5-ാം അധ്യായം 1-ാം വാക്യം, ദൈവത്തിൻ്റെ സ്നേഹം അത് സാധ്യമാക്കുന്നിടത്തോളം രക്ഷയുടെ പ്രത്യാശയ്ക്കുള്ള അടിത്തറയും നമുക്കുണ്ട്. 5-ാം അധ്യായം 11-ാം വാക്യം അല്ലെങ്കിൽ 5 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ഉള്ളടക്കം ഇതുതന്നെയാണ്. നീതീകരിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മെ സംരക്ഷിച്ചുകൊള്ളും. ദൈവം മുൻകൈയെടുത്ത് ക്രിസ്തുവിലൂടെ പ്രാവർത്തികമാക്കിയ തൻ്റെ നീതി സുവിശേഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ രക്ഷയുടെ പാതയിലേക്ക് കടന്നിരിക്കുന്നു. ഈ വഴിയിലൂടെയുള്ള ഒരു തീർത്ഥാടനമാണ് ക്രൈസ്തവ ജീവിതം. ഇനി ഉള്ളടക്കത്തിൻ്റെ 2-ാം ഭാഗം അല്ലെങ്കിൽ സന്മാർഗ ഉപദേശങ്ങളുടെ ഭാഗത്തെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു ഭാഗത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പൗലോസ്ലീഹയുടെ ലേഖനത്തിലെ ധാർമ്മിക ഉപദേശങ്ങൾ അടങ്ങുന്ന 2-ാം പകുതിയിൽ അല്ലെങ്കിൽ ഉള്ളടക്കത്തിൻ്റെ 2-ാം പകുതിയിൽ കുരിശുമരണത്തിലൂടെ നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചവൻ പുരളാത്ത ഒരു ജീവിതമാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട നമ്മൾ ക്രിസ്തുവിലുള്ള നവജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് ഈ ഭാഗത്ത് പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇതിനായി ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നു, പ്രവർത്തിക്കുന്നു. കൃപാനിധിയായ ദൈവത്തിൻ്റെ രഹസ്യങ്ങളുടെ പൊരുൾ അഴിച്ച പൗലോസ് ദൈവിക പദ്ധതികളോട് സഹകരിച്ച് ക്രിസ്തുവിൽ നവജീവിതം നയിക്കുവാൻ ഉപയുക്തമായ സുവിശേഷവും പ്രായോഗിക നിറഞ്ഞതായ ഉപദേശങ്ങളും ഈ ഭാഗത്ത് നമുക്ക് നൽകുന്നുണ്ട്. ഇങ്ങനെ നിയമത്തിൻ്റെ പൂർത്തീകരണമായി സ്നേഹത്തിൽ അധിഷ്ഠിതമായ റോമാക്കാർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 10-ാം വാക്യം ജീവിതം നയിക്കുവാൻ പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ ഒരു നവജീവിതം, ക്രിസ്തുവിലുള്ള നവജീവിതത്തിൻ്റെ പ്രത്യേകതകൾ, ആവശ്യകതകൾ, അതെങ്ങനെ നയിക്കുവാൻ നമുക്ക് കഴിയും അല്ലെങ്കിൽ നയിക്കേണ്ടതിൻ്റെ പ്രത്യേകത എന്നുള്ളത് കാര്യമാണ് ഈ ഭാഗത്ത് പൗലോസ്ലീഹ വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഘടനയുടെ ഭാഗമായിട്ട് കുറേക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അത് ഒന്ന് വിശദീകരിക്കുകയാണ്. 12-ാം അധ്യായം 1 മുതൽ 15-ാം അധ്യായം 13 വരെയുള്ള ഭാഗമാണല്ലോ നമ്മൾ ഈ ഒരു ഉള്ളടക്കത്തിന് 2-ാം ഭാഗമായിട്ട് സന്മാർഗ ഉപദേശങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന പ്രതിപാദിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുക. 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നവജീവിതം ദൈവത്തിനായുള്ള സേവനമായിരിക്കണം. 12-ാം അധ്യായം 3-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ നവജീവിതം സഭയ്ക്കുള്ള സേവനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. 12-ാം അധ്യായം 9 മുതൽ 13-ാം അധ്യായം 14 വരെ നവജീവിതം അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള നവജീവിതം അധികാരികളോടും സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ ഈ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം.
ഇനിയും 14-ാം അധ്യായം 1 വാക്യം മുതൽ 15-ാം അധ്യായം 13-ാം വാക്യം വരെ നവജീവിതം എന്നത് സ്നേഹവും സ്വാതന്ത്ര്യവും ഐക്യവും പരസ്പര ധാരണയും പ്രകടിപ്പിക്കുന്ന ഒരു പുതിയ ജീവിതക്രമമാണെന്ന് പൗലോസ്ലീഹ സമർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു ഉപദേശ രൂപേണ അല്ലെങ്കിൽ ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട ക്രിസ്തുവിൽ നവജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവർ എങ്ങനെയായിരിക്കണം ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും പ്രവർത്തിക്കേണ്ടത് എന്ന് പ്രായോഗികമായിട്ട് നമുക്ക് അവതരിപ്പിച്ചു തരികയാണ് ഈ ഒരു ഭാഗം. ഇനിയും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അവസാന ഭാഗമായ ഉപസംഹാരം ഉൾക്കൊള്ളുന്നത് 15-ാം അധ്യായം 14-ാം വാക്യം മുതൽ 16-ാം അധ്യായം 27-ാം വാക്യം വരെയുള്ള ഭാഗത്താണ്. അപ്പോൾ സുദീർഘമായ തൻ്റെ കത്ത് ഉപസംഹരിച്ചുകൊണ്ട് പൗലോസ്ലീഹ തൻ്റെ ശുശ്രൂഷാ ജീവിതത്തെക്കുറിച്ചും സമീപഭാവിയിൽ റോമ സന്ദർശിക്കാനുള്ള തൻ്റെ ആഗ്രഹത്തെക്കുറിച്ചും എഴുതുന്നു. റോമയിലെ ഏതാനും വ്യക്തികൾക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ച് റോമൻ സഭയ്ക്ക് സമാപന ആശംസകളും ആശീർവാദവും നൽകിക്കൊണ്ട് ഈ കത്ത് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 14 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിൻ്റെ ഉദ്ദേശങ്ങൾ, ഭാവിയിൽ റോമ സന്ദർശിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തിൽപ്പെടും, അത് അവതരിപ്പിക്കുന്നു. 16-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ ആശംസകളും അന്തിമമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും അർപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ കത്തിൻ്റെ ഒരു ഘടന നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലൂടെ തന്നെ നമുക്ക് ഈ കത്തിൻ്റെ ദർശനങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഉള്ളടക്കത്തിൽ അധിഷ്ഠിതമായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഘടനയെ പറ്റിയുള്ള വിശദീകരണത്തിൽ ഇതിൻ്റെ ഉള്ളടക്കത്തിൽ അധിഷ്ഠിതമായിട്ട് ക്രമീകരിക്കുവാനായിട്ട് നിങ്ങളോട് അത് വിശദീകരിച്ച് തരുവാനായിട്ട് ഞാൻ പരിശ്രമിച്ചത്. ഇനിയും ഈ 16 അധ്യായങ്ങളുള്ള ഈ റോമാക്കാർക്ക് ലേഖനത്തെ നമ്മൾ അധ്യായങ്ങളിൽ അധിഷ്ഠിതമായിട്ട് അതിനെ ഏതെങ്കിലും രീതിയിൽ അത് മനസ്സിലാക്കുക, ഇതിലുള്ള ദൈവശാസ്ത്ര പ്രമേയങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുമോ എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം കൂടി നമ്മൾ നടത്തുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഓരോ അധ്യായത്തിൻ്റെയും സംഗ്രഹവും ദൈവശാസ്ത്രവും ഘടനയും ഉള്ളടക്കവും ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നു. നമുക്കറിയാം, അധ്യായം 1 മുതൽ 2 വരെയുള്ളവയിൽ ദൈവം നമ്മിൽ നിന്ന് നീതി ആവശ്യപ്പെടുന്നു എന്ന ഒരു ദർശനം, ദൈവിക ദർശനം, ദൈവശാസ്ത്ര ചിന്തയാണ് അത് പങ്കുവയ്ക്കുന്നത്. അധ്യായങ്ങൾ 3 മുതൽ 5 വരെയുള്ളവ ദൈവം തൻ്റെ നീതിയാൽ നമ്മെ പരിശോധിക്കുന്നു, ദൈവം തൻ്റെ നീതിയാൽ നമ്മെ പരിശോധിക്കുന്നു എന്ന പ്രമേയം 3 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളുടെ ഉള്ളടക്കമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനിയും 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം നമ്മിൽ എങ്ങനെ നീതി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് വിശദീകരിച്ച് വരുന്നു. അതുപോലെ തന്നെ 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം ഇസ്രായേലിന് തൻ്റെ നീതി എങ്ങനെ വെളിപ്പെടുത്തുന്നു എന്നുള്ള കാര്യം നമുക്ക് വിശദീകരിച്ച് തരുന്നു. ഇനി 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം ഇപ്പോൾ നമ്മിൽ നിന്ന് നീതി എങ്ങനെ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്ന ആ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ 12-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെയുള്ള ഈ ലേഖനത്തിൻ്റെ അധ്യായങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് അതിൻ്റെ അധ്യായങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ദൈവശാസ്ത്ര ദർശനം. ഇനിയും ഓരോ അധ്യായത്തിൻ്റെ ഒരു ചെറിയ സംഗ്രഹവും അതിനകത്തിൽ ഏതെങ്കിലും ദൈവശാസ്ത്രമുണ്ടെങ്കിൽ ആ ഒരു കാര്യവും നമ്മളൊന്ന് വിശദീകരിക്കുകയാണ്. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുക. അതിൽ പൗലോസ്ലീഹ തന്നെയും താൻ പ്രഘോഷിച്ച സുവിശേഷത്തെയും തൻ്റെ ദൗത്യത്തെയും പരിചയപ്പെടുത്തുന്നു. രക്ഷയ്ക്കുള്ള ദൈവത്തിൻ്റെ ശക്തിയായ സുവിശേഷം പ്രഖ്യാപിക്കുകയും തുടർന്ന് വിജാതികളുടെ ലോകത്തിൻ്റെ ധാർമ്മികതയിൽ ആ ഒരു ധാർമ്മിക തകർച്ചയെപ്പറ്റി വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൻ്റെ ദൈവശാസ്ത്രം സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ നീതി, സാർവത്രികമായ ഒരു ഉത്തരവാദിത്വം, പാപത്തിനെതിരായ ദൈവത്തിൻ്റെ കോപം എന്നിവയാണ്. ഇതിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ആശംസയും നന്ദിയും 1-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. അതിൻ്റെ മുഖ്യ പ്രമേയം നമുക്കറിയാവുന്ന പോലെ തന്നെ 1-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ. പിന്നെ വിജാതീയരും പാപം ചെയ്തു അവരുടെ പാപം 1-ാം അധ്യായം 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഇനിയും 2-ാം അധ്യായത്തിൽ സംഗ്രഹം എന്താണ് നമുക്ക് കാണാം. യഹൂദരും ന്യായവിധിക്ക് അധീനരാണ്, നിയമം നീതി ഉറപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവിക നിയമം യഹൂദർക്ക് ലഭിച്ചുകൊണ്ട് നീതി ഉറപ്പിക്കുന്നില്ല. ഇതിൻ്റെ ദൈവശാസ്ത്രം ദൈവത്തിൻ്റെ ന്യായവിധിയുടെ നിഷ്പക്ഷതയാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥ പരിച്ഛേദനം എന്ന് പറയുന്നത് ആന്തരികമാണ്. അതുകൊണ്ട് ഞാൻ പരിച്ഛേദനം ചെയ്യപ്പെട്ട ഒരു യഹൂദനാണ് എന്നതുകൊണ്ട് ഞാൻ നീതീകരണം പ്രാപിക്കുന്നില്ല, അല്ലെങ്കിൽ നിയമത്തെ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം ഞാൻ നടത്തുന്നതുകൊണ്ട് ഞാൻ നീതീകരണം പ്രാപിക്കുന്നില്ല എന്നുള്ള കാര്യം പൗലോസ് ശ്ലീഹ ഈ ഒരു അധ്യായത്തിൽ
വിശദീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഘടന നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ നീതിയിലുള്ള ന്യായവിധിയെപ്പറ്റി 2-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും യഹൂദന്മാരും ന്യായപ്രമാണവും തമ്മിലുള്ള ആ ഒരു പ്രത്യേകതകളെക്കുറിച്ച് 2-ാം അധ്യായം 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇനി 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് ആ അധ്യായത്തിൻ്റെ പ്രതിപാദ്യം? എല്ലാ മനുഷ്യരും ദൈവമുൻപാകെ കുറ്റക്കാരാണ്. രക്ഷ നിയമത്താലല്ല, പ്രത്യുത വിശ്വാസത്താലാണ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ നീതീകരണം ലഭിക്കുന്നത് വിശ്വാസത്താലാണ്, പ്രവൃത്തിയാലല്ല. ഇതിൻ്റെ ദൈവശാസ്ത്രം നമ്മൾ നോക്കുമ്പോൾ വിശ്വാസത്തിലൂടെ കൃപയാൽ നീതീകരണം പ്രാപിക്കുന്നു. പാപത്തിൻ്റെ സാർവത്രികത അല്ലെങ്കിൽ പാപം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് കൃപയാൽ വിശ്വസിക്കുന്ന ഏവർക്കും നീതീകരണവും രക്ഷയും ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ഈ അധ്യായത്തിലെ 3-ാം അധ്യായത്തിലെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ മനുഷ്യപാപം ഉണ്ടായിരുന്നിട്ടും ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് രക്ഷ നൽകുന്നു എന്ന കാര്യം പറയുന്നു. 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പാപത്തിന് കീഴിലാണ് എല്ലാവരും എന്നുള്ള കാര്യം സമർത്ഥിക്കുന്നു. 21 മുതൽ 31 വരെ വാക്യങ്ങൾ ന്യായപ്രമാണം അല്ലെങ്കിൽ നിയമം കൂടാതെ നീതി എങ്ങനെ വെളിപ്പെടുന്നു അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെട്ട നീതിയെക്കുറിച്ച് പറയുന്നു. ഇനി അധ്യായം 4ലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പ്രതിപാദിക്കുന്നത് പ്രവൃത്തികളാലല്ല വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. പ്രവൃത്തികൾ കൂടാതെ ദൈവം നീതിമാനായി കണക്കാക്കുന്ന മനുഷ്യൻ്റെ സൗഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു. അപ്പോൾ അബ്രഹാം, ദാവീദ് എന്നുള്ള പഴയ നിയമ പിതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ട്, വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം നിയമത്തിന് മുമ്പുള്ളതാണ് എന്ന് പൗലോസ്ലീഹ ഇവിടെ സമർത്ഥിക്കുന്നു. അതാണ് ഈ ഭാഗത്തിൻ്റെ ദൈവശാസ്ത്രം. അതായത് നീതി വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ്. വിശ്വാസത്തിലൂടെ എല്ലാവരും നീതീകരിക്കപ്പെടും. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമിൻ്റെ മാതൃകയെപ്പറ്റി പറയുന്നു. 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്തിലുള്ള വാഗ്ദാനത്തെപ്പറ്റിയും പറയുന്നു. ഇനി 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നീതീകരണം, സമാധാനം, പ്രത്യാശ, അനുരഞ്ജനം എന്നിവ ആണ് പൗലോസ്ലീഹ ഇവിടെ വിശദീകരിക്കുന്നത്. ആദാമിൻ്റെ പാപവും ക്രിസ്തുവിൻ്റെ അനുസരണവും, കോൺട്രാസ്റ്റ്, ആദാമിൻ്റെ പാപവും ക്രിസ്തുവിൻ്റെ അനുസരണത്തിൽ കൂടിയുള്ള രക്ഷയെപ്പറ്റിയും പൗലോസ്ലീഹ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു അധ്യായത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിലുള്ള നീതീകരണം അല്ലെങ്കിൽ ഒരു ഉറപ്പ് ക്രിസ്തു നൽകുന്നു. ക്രിസ്തുവിലുള്ള ഉറപ്പെന്ന് പറയുന്നത് നമ്മളുടെ ഉത്ഭവ പാപത്തിൽ നിന്ന് ആ പാപത്തെ കൃപ കാരിസ് മറികടക്കുകയും ദൈവകൃപയിലൂടെ നമ്മൾ നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നീതീകരണത്തിൻ്റെ പ്രയോജനങ്ങൾ വിശദീകരിക്കുന്നു. 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ആദാമിനെയും ക്രിസ്തുവിനെയും താരതമ്യം ചെയ്തുകൊണ്ട് നീതിയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇനി 6-ാം അധ്യായം, ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം പാപത്തിന് മരിച്ച വിശ്വാസികൾ ദൈവത്തിൽ ജീവിച്ചിരിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, പിന്നെയോ അവർ കൃപയുടെ കീഴിലാണ്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അടിമത്വമൊന്നുമില്ല, കൃപയുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മളെ വിളിക്കുന്നത് എന്ന ദൈവശാസ്ത്രം ഇവിടെ പൗലോസ്ലീഹ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മരണത്തിലും പുനരുത്ഥാനത്തിലും ക്രിസ്തുവിലുള്ള ഐക്യം അല്ലെങ്കിൽ വിശദീകരണം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ, അതായത് ആരംഭിച്ച വിശദീകരണം തുടർന്നുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് മരണത്തിലും പുനരുത്ഥാനത്തിലും ഒരു വിശ്വാസി ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഇവിടെ പൗലോസ്ലീഹ വിശദീകരിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പാപത്തിന് നമ്മൾ മരിച്ചു എന്നുള്ള ആശയം അവതരിപ്പിക്കുന്നു. 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നീതിക്ക് അടിമകളായിരുന്നു, എന്നാൽ നമ്മൾ വിമോചിക്കപ്പെട്ടു എന്നുള്ള കാര്യം വിശദീകരിക്കുന്നു. ഇനിയും 7-ാം അധ്യായത്തിൻ്റെ സംഗ്രഹം എന്ന് പറഞ്ഞ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യായപ്രമാണം പാപത്തെ വെളിപ്പെടുത്തുന്നു, പക്ഷേ അതിൽ നിന്ന് വിടുവിക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിയുന്നില്ല. പാപവുമായുള്ള എൻ്റെ പോരാട്ടത്തെപ്പറ്റിയും അവിടെ പറയുന്നു. ഇതിൻ്റെ ദൈവശാസ്ത്രം ഇതാണ്: ന്യായപ്രമാണം വിശുദ്ധമാണ്, പക്ഷേ രക്ഷിക്കാൻ അതിന് ശക്തിയില്ല. മനുഷ്യൻ്റെ കഴിവില്ലായ്മ കാരണം അവൻ പാപത്തിൽ എപ്പോഴും ആയിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പാപത്തിനെതിരായിട്ടുള്ള പോരാട്ടം തുടരണം എന്നുള്ളതാണ് ഈ അധ്യായത്തിൻ്റെ പ്രതിപാദ്യം. ഇതിൻ്റെ ഘടനയും ഉള്ളടക്കമൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിയമത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന കാര്യത്തെപ്പറ്റിയും 7 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നിയമവും പാപവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും പറയുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ സംഗ്രഹത്തിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ ക്രിസ്തുവിൽ ശിക്ഷാവിധിയില്ല, ആത്മാവിലുള്ള ജീവിതം, ഭാവി മഹത്വത്തിൻ്റെ പ്രത്യാശ, ദൈവത്തിൻ്റെ അഭിവാജ്യ സ്നേഹം എന്നുള്ള ദർശനങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ദൈവശാസ്ത്രം ആത്മാവിലുള്ള ജീവിതം രക്ഷയുടെ ഉറപ്പാകുന്നു,
നമ്മൾ മുൻ നിശ്ചയിക്കപ്പെട്ടതുപോലെ തന്നെ മൗക്തീകരിക്കുകയും ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം ഈ ഒരു അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 8-ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. കാരണം ഇവിടെയാണ് ന്യൂമറ്റോളജി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം നമ്മൾ കുറേ കൂടെ മനസ്സിലാക്കുന്നത്. 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ ആ ഒരു പ്രത്യേകത്തെ പറ്റി പറയുന്നു. 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്പോഴുള്ള കഷ്ടപ്പാടിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഭാവിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നു. ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന മഹത്വത്തെ പറ്റി താരതമ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ഇപ്പോഴുള്ള കഷ്ടപ്പാട് തുലോം ചെറുതാണെന്നുള്ള ആശയം ഇവിടെ അവതരിപ്പിക്കുന്നു. 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ഒരിക്കലും കുറയാത്ത, തകർക്കാൻ പറ്റാത്ത സ്നേഹത്തെ പറ്റിയുള്ള ആ ഒരു ബോധ്യം, ആത്മവിശ്വാസം നൽകുന്ന ആ ഒരു ബോധ്യം നൽകുവാൻ അത് പൗലോസ്ലീഹ അവിടെ പരിശ്രമിക്കുന്നുണ്ട്. 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇസ്രായേലിനെ കുറിച്ചുള്ള പൗലോസ്ലീഹയുടെ ദുഃഖം, കാരണം അവർ രക്ഷയെ തിരസ്കരിച്ചു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ദൈവത്തിൻ്റെ വളരെയധികം അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചെങ്കിലും അവരുടെ സ്വന്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ക്രിസ്തുവിൽ പ്രതിഫലിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ സാധ്യതമാക്കിയ ഈ രക്ഷയെ അവർ തിരഞ്ഞെടുത്തില്ല എന്നുള്ള പൗലോസ്ലീഹയുടെ ആ ഒരു വിഷമം. അപ്പോൾ അത് ഈ അധ്യായത്തിൽ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ദൈവശാസ്ത്രമായിട്ട് അവതരിപ്പിക്കുന്നത് കരുണയിലും ന്യായവിധിയിലും ഉള്ള ദൈവത്തിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം, അവൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല, അവൻ വാക്കിൽ വിശ്വസ്തനാണ്, അവൻ്റെ കരുണയിലൂടെ നമുക്ക് ന്യായവിധിയിൽ നിന്നുള്ള രക്ഷ ലഭിക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിൻ്റെ ഇസ്രായേൽക്കാരെക്കുറിച്ചുള്ള വേദന വരുന്നുണ്ട്. പിന്നെ 6 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ പരമാധികാരമായ തെരഞ്ഞെടുപ്പ്, 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ അവിശ്വാസം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ തെറ്റായ തിരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്നുണ്ട്. ഇനി 10-ാം അധ്യായത്തിലേക്ക് പറയുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം ഇസ്രായേൽ വിശ്വാസത്താലല്ല നീതി നേടിയത്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലൂടെ അവർ നീതി അന്വേഷിച്ചെങ്കിലും അവർക്ക് നീതി ലഭിച്ചില്ല, രക്ഷ ലഭിച്ചില്ല. എന്നാൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷ ലഭിക്കുന്നു, അവർ ന്യായപ്രമാണത്തിൻ്റെ അടിമകളായിട്ട് ജീവിച്ചില്ലെങ്കിൽ പോലും. ഇതാണ് ഈ ഒരു അധ്യായത്തിൻ്റെ സംഗ്രഹം. അപ്പം വിശ്വാസം കേൾക്കുന്നതിലൂടെയാണ് വരുന്നത്. സുവിശേഷം സാർവത്രികമായി പ്രസംഗിക്കപ്പെടണം. അതിൻ്റെ സന്ദേശം, അതിൻ്റെ ഫലം എല്ലാവർക്കും അനുഭവവേദ്യമാണ് എന്നുള്ള ദൈവശാസ്ത്രം ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിന് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് വിശദീകരിക്കുന്നു. 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്തിലൂടെ നീതി ലഭിക്കുന്നതിനെ പറ്റി വിശദീകരിക്കുന്നു. 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ തിരസ്കരണത്തെപ്പറ്റിയും പൗലോസ്ലീഹ പറയുന്നു. 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവം ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞിട്ടില്ല, അവരുടെ ഇടർച്ച ജാതികൾക്ക് പക്ഷേ രക്ഷയുടെ അവസരം നൽകുന്നു. അന്തിമമായിട്ട് ഇസ്രായേലിനെ കർത്താവ് പുനഃസ്ഥാപിക്കും, അവർക്കും രക്ഷ ലഭിക്കും. അങ്ങനെ വിജാതിയർക്കും യഹൂദർക്കും ഒരേപോലെ തന്നെ രക്ഷ ലഭിക്കും എന്നുള്ള കാര്യം ആണ് അവതരിപ്പിക്കുന്നത്. തൻ്റെ വാഗ്ദാനങ്ങളോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത, ഇസ്രായേലിൻ്റെ രക്ഷയുടെ രഹസ്യം അല്ലെങ്കിൽ രക്ഷാകര രഹസ്യത്തിൽ ഇസ്രായേലിൻ്റെ പങ്കിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൻ്റെ ദൈവശാസ്ത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനം അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ജനം, പുതിയ ഇസ്രായേൽ. അതുപോലെ തന്നെ 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ വിജാതിയർ എങ്ങനെ ഈ തായ്തണ്ടിനോട് ഒട്ടിച്ചേർക്കപ്പെട്ടു, യഹൂദരുടെ വിശ്വാസക്കുറവ് മൂലം, തിരസ്കരിച്ചത് മൂലം വിജാതിയർ ഈ രക്ഷയാകുന്ന തായ്തണ്ടിലേക്ക് ഒട്ടിച്ചേർക്കപ്പെടുന്നതിനെ പറ്റി അവിടെ വിശദീകരിക്കുന്നു. വളരെ തീവ്രമായതും ആഴമേറിയതുമായ ദൈവശാസ്ത്രം, രക്ഷയുടെ ദൈവശാസ്ത്രം നമുക്ക് തിയോളജി ഓഫ് റിഡംഷൻ നമുക്കവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ 25 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ എല്ലാവരും രക്ഷിക്കപ്പെടും, ഇസ്രായേൽക്കാരും രക്ഷിക്കപ്പെടും, വിജാതിയരും രക്ഷിക്കപ്പെടും. അതെങ്ങനെയെന്ന് അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇനി 12-ാം അധ്യായത്തിൽ ത്യാഗത്തോടുകൂടി ജീവിക്കുവാനും സമൂഹ ജീവിതത്തിനുള്ള അല്ലെങ്കിൽ വിശ്വാസികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ വിശ്വാസികൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, അത് പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉള്ള പ്രായോഗിക പ്രബോധനങ്ങളാണ് അവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ കരുണയിൽ വേരൂന്നിയ ക്രിസ്തീയ ധാർമ്മികതയും ഐക്യത്തിൻ്റെ ആവശ്യം, വൈവിധ്യമുണ്ടെങ്കിലും ഐക്യത്തിൻ്റെ ആവശ്യവും ഇതിൻ്റെ ഈ അധ്യായത്തിൻ്റെ ദൈവശാസ്ത്ര പ്രബോധനങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. 1ഉം 2ഉം വാക്യങ്ങളിൽ നമ്മളുടെ ജീവനുള്ള ത്യാഗത്തെ പറ്റിയുള്ള ആ ഒരു ദർശനം അവതരിപ്പിക്കുന്നു. 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വിനയാന്യതരായിട്ട് നമ്മൾക്ക് ലഭിക്കുന്ന ദാനങ്ങൾ,
പരിശുദ്ധാത്മാവിനോട് നമുക്ക് ലഭിക്കുന്ന ദാനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അത് സ്വീകരിക്കേണ്ടത് ആവശ്യകതയെപ്പറ്റി വിശദീകരിക്കുന്നു. 9 മുതൽ 21 വാക്യങ്ങളിൽ നമ്മളുടെ പ്രവൃത്തിയിൽ കൂടെ, അതായത് പ്രവൃത്തി കൂടാത്ത സ്നേഹം ചത്തതാണെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നത് ഈ ഒരു ലേഖനത്തിൽ നിന്നുള്ള സ്വാധീനം വെച്ചുകൊണ്ടാണ്. അപ്പോൾ പ്രവൃത്തിയിലൂടെ നമ്മുടെ സ്നേഹം പ്രകടമാക്കട്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആ വേദഭാഗത്ത് 9 മുതൽ 21 വാക്യങ്ങളിൽ അവതരിപ്പിക്കുന്നു. ഇനിയും 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഭരണാധികാരികളോട് വിധേയത്വം നമ്മൾ കാണിക്കേണ്ടത് ആവശ്യകത, അല്ലെങ്കിൽ സമാധാനത്തിലും സ്നേഹത്തിലും നമ്മൾ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അധിഷ്ഠിതമായിട്ട് പൊതുസമൂഹത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ക്രിസ്തീയ പൗരത്വം സ്വർഗത്തിലാണെങ്കിലും പൗരന്മാരെന്ന നിലയിൽ ക്രിസ്ത്യാനികൾ എങ്ങനെ ജീവിക്കണമെന്നും വിശുദ്ധ ജീവിതത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാനപരമായ ദർശനം എന്താണെന്നും ഈ ഒരു അധ്യായത്തിൽ 13-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സ്ഥലത്തെ ഭരണാധികാരിയോടുള്ള വിധേയപ്പെടലിനെ പറ്റി പറയുന്നുണ്ട്. അതെങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരസ്പരമുള്ള ബന്ധത്തിലും സ്നേഹത്തിലും നമ്മൾ എങ്ങനെ അത് ആയിരിക്കണമെന്ന് 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഇനി 14-ാം അധ്യായത്തിൽ വിശ്വാസത്തിൽ ദുർബലരായവരെ സ്വീകരിക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയും അതുപോലെ തന്നെ തർക്ക വിഷയങ്ങളിൽ പരസ്പരം വിധിക്കാതെ വളരുകയും ചെയ്യുക എന്നുള്ള കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹത്താൽ ഭരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരുടെ ജീവിതക്രമത്തെ പറ്റിയാണ് ഈ ഒരു അധ്യായം പറയുന്നതാണ് ഈ ഒരു അധ്യായത്തിൻ്റെ ദൈവശാസ്ത്രവും. അപ്പോൾ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ തർക്ക വിഷയങ്ങളെക്കുറിച്ചും അതിലിടപെടുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതിരിക്കുന്നതിനെ പറ്റിയും മറ്റുള്ളവരോട് സഹോദര സ്നേഹത്തിൻ്റെ ഒരു പ്രായോഗിക തലത്തെപ്പറ്റിയും വിവരിക്കുന്നു. ഇനി 15-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സ്വയം പ്രസാദിപ്പിക്കാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, യഹൂദർക്കും വിജാതീയർക്കുമുള്ള ദൗത്യം എന്താണെന്നുള്ളതും പൗലോസ് ലീഹ അവിടെ വിവരിക്കുന്നുണ്ട്. പിന്നെ പൗലോസ് തൻ്റെ ഭാവിയിലുള്ള സുവിശേഷ പ്രഘോഷണത്തിനുള്ള യാത്രാ കാര്യങ്ങളെക്കുറിച്ചുള്ള പദ്ധതികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ 15-ാം അധ്യായത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുമ്പോൾ ഐക്യത്തിൻ്റെ ദൈവശാസ്ത്രം. ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നത് കൊണ്ട് നമ്മൾ ആ രക്ഷാകര പദ്ധതിയുടെ പങ്കാളികളാകുമ്പോൾ പരസ്പരമുള്ള ഐക്യത്തിൽ സഭ ഒന്നായി നിലനിൽക്കേണ്ട കാര്യത്തിൽ അവിടെ വിജാതീയനെന്നോ യഹൂദനെന്നോ അല്ലെങ്കിൽ ഗ്രീക്കുകാരനെന്നോ റോമാക്കാരനെന്നോ വ്യത്യാസം കൂടാതെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ള ആ ഒരു ദൈവശാസ്ത്രമാണ്. സഭയുടെയും വിശ്വാസികളുടെ ഐക്യത്തിൻ്റെ ദൈവശാസ്ത്രം ഈ ഒരു അധ്യായം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പൗലോസ് ലീഹ പറയുന്നു. 14 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ഭാവി ശുശ്രൂഷകളെയും പദ്ധതികളെയും കുറിച്ചും ശ്ലീഹ വിവരിക്കുന്നു. ഈ ലേഖനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായം 16-ാം അധ്യായം നമുക്കറിയാവുന്നതുപോലെ തന്നെ അത് ഉപസംഹാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന അധ്യായമാണ്. അവിടെ വ്യക്തിപരമായ ആശംസകൾ നൽകുന്നതോടൊപ്പം ചില മുന്നറിയിപ്പുകളും പൗലോസ് ലീഹ നൽകുന്നുണ്ട്. പിന്നെ ഒരു സ്തുതിഗീതവും ത്തോടുകൂടി ആ ഒരു അധ്യായം അവസാനിക്കുന്നു. അപ്പോൾ സുവിശേഷത്തിലെ കൂട്ടായ്മ, വിശ്വാസികളെ സ്ഥാപിക്കുവാനുള്ള അല്ലെങ്കിൽ വിശ്വാസികളെ വളർത്തുവാനുള്ള ദൈവത്തിൻ്റെ കഴിവ് ഒക്കെ ഈ ഒരു ഭാഗത്ത് അവതരിപ്പിക്കുന്നുണ്ട്, ഈ ഒരു അധ്യായത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഒരു അധ്യായത്തിന് 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസികൾക്കുള്ള ആശംസകളും 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഭിന്നിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഭിന്നത ഉണ്ടാക്കുന്നവർക്കെതിരെയുള്ള മുന്നറിയിപ്പും ഡോക്സോളജി 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഡോക്സോളജിയും നമ്മൾ കാണാൻ കഴിയും. ഇതാണ് ഘടനാപരമായിട്ടുള്ള ഈ ഒരു പൗലോസ് ലീഹയുടെ ലേഖനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിവരണം. ഇത് നമ്മൾക്ക് കൂടുതൽ ഈ ലേഖനത്തെപ്പറ്റി മനസ്സിലാക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു.